യേശു കർത്താവ് ഈ ഭൂമിയിൽ വെളിപ്പെട്ടു വന്നപ്പോൾ ദൈവം തങ്ങളുടെ രക്ഷയ്ക്കായി അയച്ച മശിഹയാണ് താനെന്ന് തൻ്റെ ജനം മനസ്സിലാക്കുന്നതിന് വേണ്ടി നിരവധി അത്ഭുതങ്ങൾ അടയാളങ്ങളായി ചെയ്തു. എന്നാൽ അത് വേണ്ടുമെണ്ണം കാണുവാൻ മനസ്സിലാക്കുവാൻ മതപ്രമാണികൾ അന്ന് തയ്യാറായില്ല. അവർ പിന്നെയും യേശുവിനെ പരീക്ഷിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കർത്താവ് പുരുഷാരത്തോട് പറഞ്ഞ വാക്കുകളാണ് ലൂക്കോസ് 11:33 കാണുന്നത്. വിളക്ക് കൊളുത്തിയിട്ട് ആരും നിലവറയിലോ പറയും കീഴിലോ വയ്ക്കാതെ അകത്തു വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേലത്രേ വയ്ക്കുന്നത്. ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. ദോഷമുള്ളതാകിലോ ശരീരവും ഇരുട്ടുള്ളത് തന്നെ. ആകയാൽ നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ നോക്കുക. നിന്റെ ശരീരം അന്ധകാരമുള്ള അംശം ഒട്ടുമില്ലാതെ മുഴുവനും പ്രകാശിതമായിരുന്നാൽ വിളക്ക് തിളക്കം കൊണ്ട് നിന്നെ പ്രകാശിപ്പിക്കും പോലെ അശേഷം പ്രകാശിതമായിരിക്കും. യേശു ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് കാലങ്ങൾക്ക് മുൻപേ പഴയ നിയമ പുസ്തകങ്ങളിലും പ്രവചന പുസ്തകങ്ങളിലും വരുവാനിരിക്കുന്ന ലോകരക്ഷകനെക്കുറിച്ചുള്ള വ്യക്തമായ പരാമർശങ്ങൾ, അടയാളങ്ങൾ പ്രവചനാത്മാവിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്നാൽ അത് പഠിച്ചു വെച്ചിട്ടുള്ള മഹാപുരോഹിതന്മാർ, പരീശന്മാർ, ന്യായശാസ്ത്രികൾ തുടങ്ങിയവർ വാഗ്ദത്ത മശിഹ അവരുടെ ഇടയിൽ വന്ന് ജനിച്ച് വളർന്ന് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവരുടെ കണ്ണ് തുറന്ന് കർത്താവിൻ്റെ പ്രവൃത്തികൾ ശരിയായി കാണുന്നതിനോ അവർ മനസ്സിലാക്കി വെച്ചിരുന്ന വചന വെളിച്ചത്തിൽ യേശു കർത്താവ് തന്നെയാണ് വാഗ്ദത്ത പ്രകാരം വരുവാനുള്ള മശിഹ എന്ന് മനസ്സിലാക്കി പിൻപറ്റുന്നതിനോ സാമാന്യ ജനത്തിൻ്റെ മധ്യേ അത് സാക്ഷീകരിക്കുന്നതിനോ തയ്യാറായില്ല. പകരം അവരുടെ ഉള്ളിലുണ്ടായിരുന്ന അല്പമായ വെളിച്ചത്തെ അവർ മൂടിവെച്ചു. കർത്താവിൻ്റെ വാക്കുകളും പ്രവൃത്തികളും പരസ്യമായി ചോദ്യം ചെയ്യുന്നതിനും ദുഷിക്കുന്നതിനും പരിഹസിക്കുന്നതിനും കർത്താവിൻ്റെ മേൽ നിരന്തരം കുറ്റം ആരോപിക്കുന്നതിനും ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവരിലുള്ള വെളിച്ചം പതിയെ ഇല്ലാതാകുകയും അവർ പൂർണ്ണമായി വിരലായിത്തീരുകയും ചെയ്തു. കാരണം അവരുടെ കണ്ണ് ചൊവ്വുള്ളതല്ലായകയാൽ അവർക്കായി ഇറങ്ങി വന്ന രക്ഷകനെ വേണ്ടതുപോലെ കാണുവാനോ മനസ്സിലാക്കുവാനോ അനുസരിച്ച് അംഗീകരിക്കുവാനോ അനുഗമിക്കുവാനോ അവർക്ക് മനസ്സിലായിരുന്നു. അവർ ഈ ലോകത്തിലെ ധനവും മാനവും അധികമായി ആഗ്രഹിച്ചു. യേശു അവരോട് ചോദിക്കുന്നുണ്ട്, തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏക ദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കുവാൻ കഴിയുമെന്ന്. യേശുവിനെ വിശ്വസിക്കാതെ തള്ളിപ്പറഞ്ഞു, ക്രൂശീകരണത്തിന് ഏൽപ്പിച്ചു. അവർക്ക് രക്ഷ നഷ്ടമായി. ഇന്നും പ്രിയമുള്ളവരെ, കർത്താവ് നമ്മോട് തൻ്റെ വചനത്തിലൂടെ നിരന്തരം ഇടപെടുന്നു. നമ്മുടെ കണ്ണ് ഈ കർത്താവിലും അവൻ്റെ വചനത്തിൽ ഏകാഗ്രമാക്കിയാൽ നമ്മിലേക്ക് ക്രിസ്തുവിൻ്റെ പ്രകാശം നിറഞ്ഞു വരും. നമ്മിലുള്ള പാപത്തിൻ്റെ സകല ഇരുളിനെയും ഈ പ്രകാശം പുറത്താക്കും. ദൈവിക സത്യങ്ങളെക്കുറിച്ച് നാം പരിജ്ഞാനം പ്രാപിക്കും. അങ്ങനെ നാം അത്യന്തം പ്രകാശമുള്ളവരായിത്തീരും. നമ്മിലൂടെ ഈ വെളിച്ചം മറ്റനേകരിലേക്ക് കടന്നുചെല്ലും. നമ്മുടെ പ്രവൃത്തികൾ ദൈവത്തിന് മഹത്വവും പ്രസാദവും ഉള്ളതായി തീരും. യേശു പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകുമെന്ന്. ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസ്സുകളെപ്പോലെ പ്രകാശിക്കണമെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം ഇതാണ്. ഇരുൾ നമ്മെ കീഴടക്കുന്നതിന് അനുവദിക്കരുത്. ദിവ്യ വെളിച്ചം നമ്മിലേക്ക് അനസ്യൂതം കടന്നു വരുന്നതിന് അനുവദിക്കുക. നമ്മുടെ കണ്ണ് ആത്മീയ സത്യത്തെ പിന്തുടരുന്നതിന് തയ്യാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.